10 വർഷം മുൻപ് നമ്മൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകളിൽ എത്ര എണ്ണം ഇന്ത്യയിൽ നിർമ്മിച്ചതായിരുന്നു? ചിന്തിച്ചിട്ടുണ്ടോ? അന്ന് കേവലം 2 ഫാക്ടറികൾ മാത്രം ഉണ്ടായിരുന്ന ഒരു രാജ്യത്തിൽ നിന്ന് ഇന്ന് ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വരികയാണ്. മൊബൈൽ ഉൽപാദനത്തിൽ ലോകശക്തികളെ പിന്നിലാക്കി ഇന്ത്യ ഇന്ന് 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. അതെ, വമ്പൻ റെക്കോർഡുകൾ ഒന്നൊന്നായി ഇന്ത്യ സ്വന്തമാക്കുകയാണ്. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ആഗോള ഇലക്ട്രോണിക്സ് ഭൂപടത്തിൽ ഇന്ത്യ ഇന്ന് ഒഴിവാക്കാനാവാത്ത ഒരു ശക്തിയാണ്. ആപ്പിളും സാംസങ്ങും ഉൾപ്പെടെയുള്ള വമ്പൻ കമ്പനികൾ ഇന്ന് തങ്ങളുടെ പ്രീമിയം ഫോണുകൾ നിർമ്മിക്കാൻ ഇന്ത്യയെ തിരഞ്ഞെടുക്കുന്നു. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളിൽ 99% ഇന്ത്യയിൽ തന്നെ അസംബിൾ ചെയ്യുന്നവയാണ്. 2014-15 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വെറും 2 മൊബൈൽ നിർമ്മാണ യൂണിറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്നത് 300ലേക്ക് ഉയർന്നു. അന്ന് വെറും 18,000 കോടി രൂപയുടെ ഉൽപാദനം നടന്നിരുന്ന സ്ഥാനത്ത് ഇന്ന് 5.5 ലക്ഷം കോടി രൂപയുടെ ഫോണുകളാണ് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്നത്. കയറ്റുമതിയുടെ കാര്യമെടുത്താൽ 100 കോടിയിൽ നിന്ന് 2 ലക്ഷം കോടി രൂപയിലേക്കാണ് ഇന്ത്യ കുതിച്ചുയർന്നത്. 11 വർഷത്തിനിടെ ഉണ്ടായ ഈ മാറ്റം അതിശയിപ്പിക്കുന്നതാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളാണ് ഈ മാറ്റത്തിന് പിന്നിലെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് അഥവാ PLI സ്കീം. ഈ പദ്ധതിയിലൂടെ മാത്രം രാജ്യത്ത് 13,475 കോടി രൂപയുടെ നിക്ഷേപം എത്തിയിട്ടുണ്ട്. ഉൽപാദന മേഖലയിൽ ഏകദേശം 25 ലക്ഷം പുതിയ തൊഴിലവസരങ്ങളാണ് ഇതുവഴി സൃഷ്ടിക്കപ്പെട്ടത്. ഇന്ത്യ ഒരു ആഗോള ഇലക്ട്രോണിക്സ് ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യം ഇന്ന് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് ഇറക്കുമതിയെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു രാജ്യം ഇന്ന് ലോകത്തിന് മുഴുവൻ ഫോണുകൾ നിർമ്മിച്ചു നൽകുന്ന തലത്തിലേക്ക് വളർന്നിരിക്കുന്നു. ഇത് കേവലം ഒരു കണക്കല്ല, മറിച്ച് ഇന്ത്യയുടെ ഇച്ഛാശക്തിയുടെ അടയാളമാണ്. ഡിജിറ്റൽ ഇന്ത്യയിലേക്കും ആത്മനിർഭർ ഭാരതത്തിലേക്കുമുള്ള ഈ യാത്രയിൽ നാം കൈവരിച്ച ഈ നാഴികക്കല്ല് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഒന്നാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.